നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. നാട്ടിൽ സുപരിചിതനായ മനുഷ്യന്റെ പേരിൽ 223 കേസുകൾ. കള്ളക്കേസുകൾ കണ്ട് ഞെട്ടി ചാലക്കുടിയിലെ വോട്ടർമാർ. ചാലക്കുടി മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയും BJP സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ AN രാധാകൃഷ്ണന് 5 പേജുകളിലായി 223 കേസുകളുടെ വിശദാംശങ്ങൾ പ്രസിദ്ധീകരിച്ചതാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ബലാത്സംഗവും കൊലപാതകവും ഒഴികെ 223 കേസുകൾ AN രാധാകൃഷ്ണന്റെ പേരിൽ ചുമത്തിയിരിക്കുന്നത്. ക്രിമിനൽ കേസ് വിവരങ്ങൾ സ്ഥാനാർത്ഥികൾ പത്രങ്ങളിലും ടിവികളിലും പരസ്യം ചെയ്യണമെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം അംഗീകരിച്ചായിരുന്നു പത്രപരസ്യം നൽകിയത്. സംസ്ഥാനത്തുടനീളം നിരവധി കോടതികളിലാണ് AN രാധാകൃഷ്ണന്റെ കേസുകൾ ഉള്ളത്. കലാപം, പൊതുവഴി തടസ്സപ്പെടുത്തൽ, പൊതുമുതൽ നശിപ്പിക്കൽ, നരഹത്യാശ്രമം, അതിക്രമിച്ചു കടക്കൽ, മാരകായുധം ഉപയോഗിച്ച് ദേഹോപദ്രവം ഏൽപ്പിക്കൽ, സ്ത്രീത്വത്തെ അപമാനിക്കൽ, ഭരണഭയം ജനിപ്പിക്കൽ, ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങളാണ് പോലീസ് രാധാകൃഷ്ണനെതിരെ ചുമത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, കരുനാഗപ്പള്ളി, ചവറ, പരവൂർ, ശാസ്താംകോട്ട, പുനലൂർ, അടൂർ, പത്തനംതിട്ട, കൊട്ടാരക്കര, റാന്നി, ആലപ്പുഴ, അമ്പലപ്പുഴ, രാമൻകരി, ചേർത്തല, മാവേലിക്കര, ചെങ്ങന്നൂർ, ഹരിപ്പാട്, കായംകുളം, കാഞ്ഞിരപ്പള്ളി, പൊൻകുന്നം, അടിമാലി, തൊടുപുഴ, റാന്നി, നെടുങ്കണ്ടം, പീരുമേട്, ദേവികുളം, അങ്കമാലി, നോർത്ത് പറവൂർ, പഴയന്നൂർ, കുന്നംകുളം, മഞ്ചേരി, കാസർഗോഡ് എന്നീ സ്റ്റേഷനുകളിലാണ് കേസ്. എല്ലാ കേസുകളിലും 10ാം പ്രതിയാണ് AN രാധാകൃഷ്ണൻ. ഈ കേസുകൾ എല്ലാം ശബരിമലയിലെ ആചാര ലംഘനത്തിനെതിരെ നടന്ന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. നിലവിലുള്ള എല്ലാ വകുപ്പുകളും ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ബലാത്സംഗവും കൊലപാതകവും ഒഴിവാക്കിയതിന് പിണറായി സർക്കാരിനോട് നന്ദി പറയുന്നുവെന്നും ജനകീയ സമരങ്ങളുടെ പേരിൽ ഇത്തരം വകുപ്പുകൾ ചുമത്തുന്ന മർദ്ദക ഭരണത്തെ ജനങ്ങൾ തൂത്തെറിയുമെന്നും BJP നേതാക്കൾ പറഞ്ഞു. പൊതുസ്ഥലത്ത് മാധ്യമങ്ങൾക്ക് മുൻപിൽ വെച്ചായിരുന്നു പ്രക്ഷോഭങ്ങൾ. എന്നിട്ടും നരഹത്യാശ്രമം, സ്ത്രീത്വത്തെ അപമാനിക്കൽ, മാരകായുധം ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നതെന്നാണ് എടുത്തു പറയേണ്ട ഒന്ന്. പിണറായി സർക്കാരിന്റെ ഭരണകൂട ഭീകരത വിശ്വാസികൾക്ക് മേൽ അടിച്ചേൽപ്പിച്ചതിന് കനത്ത തിരിച്ചടി ലഭിക്കുമെന്നും BJP നേതാക്കൾ പറഞ്ഞു. കോഴിക്കോട് NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പ്രകാശ് ബാബുവിനെ ശബരിമലയിലെ ആചാരലംഘനത്തിനെതിരായ സമരങ്ങളുടെ പേര് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരുന്നു. ജയിലിൽ കിടന്ന് മണ്ഡലത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച അഡ്വക്കേറ്റ് പ്രകാശ് ബാബു പിന്നീട് ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം നേടി പുറത്തിറങ്ങുകയായിരുന്നു. ക്രിമിനൽ കേസുകളുള്ള സ്ഥാനാർത്ഥികൾ ഇത്തരത്തിൽ 3 പത്രങ്ങളിലും ചാനലുകളിലും 3 തവണ പരസ്യം ചെയ്യണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിരുന്നു. പ്രചാരമുള്ള പത്രങ്ങളിൽ പരസ്യം നൽകുന്നതിന് BJP നേതാക്കൾക്ക് ലക്ഷങ്ങളാണ് ചിലവഴിക്കേണ്ടി വരുന്നത്. ഈ തുക തെരഞ്ഞെടുപ്പ് ചെലവിൽ നിന്ന് ഒഴിവാക്കണമെന്നും ആവശ്യവും BJP മുന്നോട്ട് വെച്ചിട്ടുണ്ട്. വിശ്വാസികളെ വേട്ടയാടുന്നതിന് വേണ്ടി സർക്കാർ കള്ളക്കേസുകൾ ചുമത്തുകയാണെന്ന് BJP ആരോപിച്ചിരുന്നു. ആലപ്പുഴ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ഡോക്ടർ KS രാധാകൃഷ്ണൻ, പത്തനംതിട്ട മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി K സുരേന്ദ്രൻ, ആറ്റിങ്ങൽ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ തുടങ്ങി BJP നേതാക്കൾക്കെതിരെ ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ എടുത്തിരുന്നു. ഇവരും വിവിധ മാധ്യമങ്ങളിൽ പരസ്യം നൽകി. ശബരിമല വിഷയം ചർച്ചയാക്കരുതെന്ന് പറഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ശബരിമല വിഷയത്തിൽ ഏറ്റവും കൂടുതൽ കേസുകളുള്ള ഈ വാർത്ത ചർച്ചയാക്കിച്ചതിൽ കണ്ണു തള്ളിയിരിക്കുകയാണ് ചാലക്കുടിയിലെ വോട്ടർമാർ. ഏതായാലും എല്ലാ ക്രിസ്ത്യൻ, ഹിന്ദു സംഘടനകളുടെയും 2020 ഉൾപ്പെടെയുള്ളവരുടെയും പൂർണ്ണ പിന്തുണയോടെ മത്സരിക്കുന്ന AN രാധാകൃഷ്ണനാണ് ഇപ്പോൾ ചാലക്കുടിയിലെ താരം. പത്രപരസ്യം നിലവിൽ വന്നതോടെ പത്രവാർത്തയാണ് AN രാധാകൃഷ്ണനെ ചാലക്കുടിയിൽ വോട്ടാക്കി മാറ്റുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.